So all of you, welcome to the discussion on physics practicals. So this is the first time we are going conducting online practical class. So this is through the virtual lab. The first experiment we have decided is the temperature coefficient of resistance. ഈ എക്സ്പെരിമെന്റ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം ഇതിന്റെ മെയിൻ പാർട്ട് വരുന്നത് ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ്. So we already performed carry forces bridge experiment in the second year. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്ക് ഡെമോ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ള എക്സ്പെരിമെന്റിലേക്കൊക്കെ പോവാം. അപ്പൊ ഇതൊന്ന് ഫാമിലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒബ്സർവേഷൻ ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന്റെ തിയറിയിലൂടെ കടന്നുപോയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒബ്സർവേഷൻ ടേബിളും വരച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. കാരണം നിങ്ങൾ ഈ റീഡിങ് എഴുതിയെടുക്കണം. നമ്മൾ ചെയ്യുന്ന സമയത്തിൽ റീഡിങ് എഴുതിയെടുക്കണം. ഓക്കെ. പിന്നെ ഇതിന് മുന്നേ എത്ര പേര്, ഞാൻ ഓൾറെഡി ഇതിന് ലിങ്ക് അയച്ചിരുന്നു, എത്ര പേര് ആ ലിങ്കിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്, ഇത് ഈ എക്സ്പെരിമെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് വിടാം. ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ലിങ്കിൽ പോയി ഒന്ന് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് വിടാം. നമുക്ക് മാക്സിമം ഒരു 3/4 മണിക്കൂർ സമയം മതി നമുക്കിത് കംപ്ലീറ്റ് ഡെമോ ചെയ്യാൻ. അപ്പൊ ആദ്യം ഇതിന്റെ ടീച്ചർ പറഞ്ഞ നമുക്ക് ആദ്യം ഒന്ന് ബ്രീഫ് തിയറി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരാൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഗുഡ്. ഓക്കെ, എല്ലാവരും ശ്രമിക്കാൻ. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് പോകുന്നത് നന്നായിരിക്കും. എന്തായാലും ഇന്ന് എക്സ്പെരിമെന്റ് കണ്ടതിന് ശേഷം ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ഉള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്തു നോക്കണം. ഇതിന്റെ തിയറി നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് നിങ്ങളൊരു കറന്റ് ക്യാരിങ് വയർ ഉണ്ടെന്നിരിക്കട്ടെ. കറന്റ് ക്യാരിങ് വയർ കറന്റ് ആയി പോകുന്നുണ്ട്. ഈ കറന്റ് ക്യാരിങ് വയറിനെ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറന്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കറന്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഓക്കെ, സപ്പോസ് യു ഹാവ് എ കറന്റ് ക്യാരിങ് വയർ. ഇതിലൊരു കറന്റ് ക്യാരിങ് വയർ എന്നിരിക്കട്ടെ. ബാറ്ററി വോൾട്ടേജ് വി ഉണ്ട്. മീറ്ററിലൂടെ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഒരു കറണ്ട് ആണെങ്കിൽ ആ കോയിലിന്റെ വയറിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ, അതിനെ ചൂടാക്കുമ്പോൾ കറണ്ട് കുറയാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ രീതിയിൽ പറയാം, അവിടെ റെസിസ്റ്റൻസ് കൂടുന്നുണ്ടാവും. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും സാധാരണ കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ എത്ര റെസിസ്റ്റൻസ് കൂടും, അതിന്റെ ഒരു മെഷറാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പൊ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഡിഫൈൻ ചെയ്യുന്നതാണ്. സപ്പോസ് ഇഫ് യു ഇൻക്രീസ് the temperature of a wire by delta T, അങ്ങനെയാണെങ്കിൽ the fractional increase in resistance, that is delta R by R, proportional to change in temperature. നമുക്കിത് എങ്ങനെ എഴുതാം? ഡെൽറ്റ ആർ, the change in resistance equal to ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരണം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിൽ കണ്ട രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാം. ഇപ്പൊ ഈ ഡെൽറ്റ ആർ എന്ന് പറയുന്നത്, ഓക്കെ, ഡെൽറ്റ ആർ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് വിചാരിക്കാം. കൺസിഡർ റെസിസ്റ്റൻസ് അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ്. സോ ടി ഡിഗ്രി സെൽഷ്യസ് ഞാൻ ആർ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ആർ 0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നത് 0 ഡിഗ്രി എന്ന് ടി ഡിഗ്രിയിലേക്കാണ്. അപ്പൊ റെസിസ്റ്റൻസ് എത്ര കൂടിയിട്ടുണ്ടാവും? ആർ 0 എന്ന് ആർ ടിയിലേക്ക് മാറി. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം? ഒരു ഫ്രാക്ഷൻ ഡെൽറ്റ ആർ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ആർ ടി മൈനസ് ആർ 0 ഈക്വൽ ആൽഫ ആർ 0 ടൈംസ് ടി മൈനസ് 0. ആർ 0 റൈറ്റിലോട്ടേക്ക് പോകുന്ന സമയത്ത് ആർ ടി ഈക്വൽ ടു ആർ 0 ടൈംസ് 1 പ്ലസ് ആൽഫ ടി. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ നോട്ട്സിൽ കണ്ട ഫോർമുല ആയിരിക്കും. ഓക്കെ, സോ the resistance of the wire at T temperature, I can write R0 times 1 plus alpha T. ഈ ആൽഫനെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്?
ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റിൽ നമുക്ക് എങ്ങനെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കണ്ടെത്താൻ വേണ്ടി പറ്റും? അപ്പോൾ അത് ചെയ്യുന്നത് ടെക്നിക്ക് ഇതാണ്. വിൽ ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ അറ്റ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ തൽക്കാലം ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചർ T1 റെസിസ്റ്റൻസ് X1 ഇരിക്കട്ടെ. ആൻഡ് at temperature T2, the resistance is X2. Okay, നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. So at temperature T1, the resistance is X1, and at temperature T2, the resistance is X2. അങ്ങനെ നമുക്ക് X1 ഇങ്ങനെ എഴുതാം. X1 is equal to X0 into 1 plus alpha T1 and X2 equal to X0 times 1 plus alpha T2. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോർമുലയിൽ നിന്ന് നമുക്ക് ആൽഫ കണ്ടെത്താൻ വേണ്ടി പറ്റും. ആൽഫ ഐ ക്യാൻ ഫൈൻഡ് ഇൻ ടേംസ് ഓഫ് X1, X2, T1, T2. അത് നിങ്ങൾ ചെയ്തു നോക്കുക, ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നോട്ട്സിലുള്ളതാണ്. സോ ആൽഫ വിൽ ടേക്ക് ദ ഫോം X2 minus X1 divided by X1 T2 minus X2 T1. So this is the final formula. Okay, so by knowing X1, X2, T1, T2, we can find the temperature coefficient alpha. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മെഷർ ചെയ്യണം. നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യണം, T1 അറിയണം, T2 അറിയണം, രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ അറിയണം. ഈ ഓരോ ടെമ്പറേച്ചറിലും കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് അറിയണം, വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണം. അത് അറിഞ്ഞാൽ നമുക്ക് ആൽഫ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? എനി ഐഡിയ അബൌട്ട് ടെമ്പറേച്ചർ? ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ടെമ്പറേച്ചർ? അത് നമുക്ക് തെർമോമീറ്റർ യൂസ് ചെയ്താൽ മതി. തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ആ ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്തെങ്ങനെ കണ്ടുപിടിക്കാം? റെസിസ്റ്റൻസ് എങ്ങനെ, ഏത് രീതിയിൽ കണ്ടുപിടിക്കാം? എന്തെങ്കിലും നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുമോ? നമ്മളിവിടെ എന്തെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ വാട്ട് വിൽ ഡു ഈസ് വിൽ മെഷർ temperature using thermometer. അപ്പോൾ സാധാരണ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. ആൻഡ് റെസിസ്റ്റൻസ് യൂസിങ് ക്യാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടുള്ള റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തുന്നത്. അത് ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് അടുത്ത നമ്മുടെ ശരിക്കുള്ള എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് നോക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ്, നമ്മളിങ്ങനെയാണ് വരക്കാം. ഓക്കെ, പിന്നെ സർക്യൂട്ട് ഡയഗ്രാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. Is point A, B, and there are 4 gaps: G1, G2, G3, G4. ഈ G2ലും G3ലും നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വെക്കും. ആൻഡ് ദാറ്റ് റെസിസ്റ്റൻസ് മസ്റ്റ് ബി ഈക്വൽ. ഓക്കെ, തൽക്കാലം ഞാൻ R2 എന്നും R3 എന്നും അടയാളപ്പെടുത്താണ്. R2ഉം R3ഉം എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി ഗ്യാപ്പ് 1ൽ നമ്മൾ രണ്ട് രീതിയിലൊക്കെ, ഗ്യാപ്പ് 1ൽ കാരണം ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പം ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ് X വെക്കും. അത് കൂടാതെ ചിലപ്പോൾ നമ്മളിവിടെ കോപ്പർ സ്ട്രിപ്പും വെക്കും. ഓക്കെ, അത് എപ്പോഴാണ് ഞാൻ പറഞ്ഞുതരാം. കോപ്പർ സ്ട്രിപ്പ്. ഇനി ഇവിടെ വെക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആണ്.
റെസിസ്റ്റൻസ് ബോക്സിനെ ആർ എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആർ പ്രൈം എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ വേണ്ടത് നമുക്ക് ബാറ്ററിന്റെ കണക്ഷൻ ആണ്. ബാറ്ററി ഇവിടെയാണ് കണക്ട് ചെയ്യാം. Okay, and finally galvanometer and jockey. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സെറ്റപ്പ്. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആദ്യം നമ്മൾ ഫൈനലി നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫൈനലി അവർ എയിം ഈസ് ടു മെഷർ ദ അൺനോൺ റെസിസ്റ്റൻസ്. ഈ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഈ നമ്മുടെ കാരി ഫോഴ്സസ് ബ്രിഡ്ജിന്റെ വയറില്ലേ, ഈ എ ബി ലെങ്ത് ഉള്ള വയർ, 100 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയർ, ഈ വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അത് നമ്മൾ റോ എന്ന് ഡിനോട്ട് ചെയ്യും. സോ റോന്റെ ഫോർമുല റോ ഈസ് ഈക്വൽ ടു ആർ പ്രൈം ഡിവൈഡഡ് ബൈ L3 മൈനസ് L4. ഇവിടെ L3 എന്ന് പറയുന്നത് L3 ഏതാ? L3 എന്ന് പറയുന്നത് L3 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ കോപ്പർ സ്ട്രിപ്പിനെ ഗ്യാപ്പ് 1-ൽ ഇൻസേർട്ട് ചെയ്യും. കോപ്പർ സ്ട്രിപ്പിനെ ഗ്യാപ്പ് 1-ൽ ഇൻസേർട്ട് ചെയ്യും. ഇനി ഗ്യാപ്പ് 4-ൽ ആർ പ്രൈം എന്ന് പറയുന്നത് വളരെ ചെറിയ റെസിസ്റ്റൻസ് ആയിരിക്കണം. അപ്രോക്സിമേറ്റ്ലി ഫ്രാക്ഷൻ റെസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു 0.1 to 1 എടുത്താൽ മതി. അധികം 0.1, 0.2, 0.3, 0.5, 0.6, 1 അല്ലെങ്കിൽ 1.5 അപ് ടു 2 വരെയൊക്കെ പോവാം. ഓക്കെ, സോ ദാറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ഇവിടെ വളരെ ചെറിയ ആർ പ്രൈം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ് എടുക്കുക. ഓക്കെ, അപ്പം റൈറ്റ് സൈഡിൽ ഗ്യാപ്പ് 4-ൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് കൊടുക്കും. ഇടത് ഭാഗത്ത് കോപ്പർ സ്ട്രിപ്പ് കൊടുക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ബാലൻസ് ലെങ്ത്തിനാണ് L3 എന്ന് വിളിക്കുക. ബാലൻസ് ലെങ്ത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അതിനാണ് പ്രത്യേകിച്ച് പറയുന്നില്ല. ബാലൻസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോക്കി ഒരു പോയിന്റിൽ വെക്കുമ്പോൾ, ഏത് പോയിന്റിൽ വെക്കുമ്പോഴാണോ ഗാൽവനോമീറ്ററിൽ റീഡിങ് 0 കാണിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത്, ആൻഡ് ദാറ്റ് ലെങ്ത് ഹാസ് ടു ബി മെഷേർഡ് ഫ്രം, എവിടുന്ന് മെഷർ ചെയ്യേണ്ടി വരും? ദ ലെങ്ത് ഹാസ് ടു ബി മെഷേർഡ് ഫ്രം എ. ഓക്കെ, ദ ലെങ്ത് ഹാസ് ടു ബി മെഷേർഡ് ഫ്രം എ. എ എന്നുള്ള മെഷർമെന്റ്, എല്ലാ ബാലൻസ് ലെങ്ത്തും നമ്മൾ എ എന്നാണ് മെഷർ ചെയ്യുക. അപ്പോൾ ആ ബാലൻസ് ലെങ്ത്തിനാണ് നമ്മൾ L3 ഡിനോട്ട് ചെയ്യുന്നത്. സോ L3 ഈസ് എ ബാലൻസ് ലെങ്ത് when R prime placed on right and copper strip on left. ഓക്കെ, അതുപോലെ L4 എന്തായിരിക്കും? L4 ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. കോപ്പർ സ്ട്രിപ്പും ആർ പ്രൈമും ഇന്റർചേഞ്ച് ചെയ്യാം. ഇന്റർചേഞ്ച് ചെയ്തതിനു ശേഷം മെഷർ ചെയ്യുന്ന ബാലൻസ് ലെങ്ത് ആണ് L4. ഓക്കെ, ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ കാരണം നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷം ചെയ്ത സാധനമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോയത്. അപ്പം ആദ്യം ഈ റോ കണ്ടെത്തണം. റോ കണ്ടെത്തിയതിനു ശേഷം നമുക്ക് ഇവിടുത്തെ എക്സ് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എക്സ് എങ്ങനെ കണ്ടെത്തും? അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഈ ചെറിയൊരു പാർട്ടും അങ്ങ് കോപ്പി ചെയ്ത് എടുക്കാം. ഓക്കെ, നൗ എക്സ്. സോ എക്സിന്റെ ഫോർമുല ഇതാണ്. എക്സ് കണ്ടെത്തണമെങ്കിൽ ഇപ്പം ഇവിടെ കോപ്പർ സ്ട്രിപ്പിന് പകരം, ഓക്കെ, ഐ വിൽ റിമൂവ് ദ കോപ്പർ സ്ട്രിപ്പ്. കോപ്പർ സ്ട്രിപ്പിന് പകരം എന്ത് കൊടുക്കും? എക്സ് എന്ന് പറഞ്ഞ സാധനം ഗ്യാപ്പ് 1-ൽ കൊടുക്കും. ഇനി ആർ പ്രൈമിന് പകരം എന്ത് കൊടുക്കും? ആർ കൊടുക്കും ഗ്യാപ്പ് 4-ൽ. അപ്പൊ എക്സ് ഈക്വൽ ടു എനിക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു ആർ പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1. ഓക്കെ, റോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. റോ എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞ വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നമ്മുടെ വലതുഭാഗത്ത് എത്ര വാല്യൂ ആണ് കൊടുക്കുന്നത്? ഇപ്പോൾ 1 ഓം ആണെങ്കിൽ അത്, 2 ഓം ആണെങ്കിൽ അത്, അത്രയാണ് കൊടുക്കുന്നതാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. ഇനി L2 L1 എന്താ നോക്കുക. L1 എന്ന് പറയുന്നത് L1 ഈസ് എ ബാലൻസ് ലെങ്ത്, when capital R resistance placed on right gap and X on left gap. അപ്പൊ അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ലെഫ്റ്റ് ഗ്യാപ്പിൽ കൊടുക്കുന്നത് ഇതാണ് നമുക്ക് അറിയാത്ത റെസിസ്റ്റൻസ്.
ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന റെസിസ്റ്റൻസ് ആണ്, കാരണം ഇത് റെസിസ്റ്റൻസ് ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റൽ R നമ്മൾ വലതു ഭാഗത്ത് കൊടുക്കുമ്പോഴും എക്സ് ഇടതു ഭാഗത്ത് കൊടുക്കുമ്പോഴും കിട്ടുന്ന ബാലൻസ് ലെങ്ത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, L1 എന്ന് വിളിക്കുന്നത്. ഇനി L2 എന്തായിരിക്കും, ജസ്റ്റ് ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി അല്ലേ. എക്സും ആറും ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന ബാലൻസ് ലെങ്ത്തിനാണ് നമ്മൾ L2 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടെത്തുന്നത്. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ഇനി ഇവിടെ ആകെ എന്തൊരു വ്യത്യാസമുള്ളത്, നമുക്ക് നമ്മുടെ ഫോർമുല ഓർക്കുക, ആൽഫ ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ x1 t2 മൈനസ് x2 t1 അല്ലെ, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ നമുക്ക് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ വർഷം നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, we have to find resistance at two different temperature. രണ്ട് ടെമ്പറേച്ചറിൽ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഈ സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടെത്താം. അപ്പം ആകെ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് റൂം ടെമ്പറേച്ചറിൽ വെക്കും. മീൻസ് ഒന്ന് ചൂടാക്കും, ഒന്നും ചെയ്യില്ല, റൂം ടെമ്പറേച്ചറിൽ വെക്കും. ഇപ്പൊ റൂം ടെമ്പറേച്ചർ ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമുക്ക് T1 ഈക്വൽ ടു എങ്ങനെ എഴുതാം, 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഈ രീതിയിൽ നമ്മൾ എക്സ് അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ് അത് കണ്ടുപിടിക്കും. അത് നമ്മൾ x1 ഡിനോട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മുടെ ഈ അൺനോൺ റെസിസ്റ്റൻസിനെ ഹീറ്റ് ചെയ്യും, നമ്മുടെ കോയിലിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റില്ല ഹീറ്റ് ചെയ്യുക, നമ്മളിതിനെ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യും. ഓക്കെ, ഒരു വാട്ടർ ബാത്തിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് വെള്ളത്തിനാണ് ചൂടാക്കുക. അപ്പോൾ വെള്ളത്തിനെ ചൂടാക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കഴിവുണ്ട്, വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യും. ഓക്കെ, അപ്പം വെള്ളം ബോയിൽ ചെയ്യുന്നത് വരെ കാത്തുക. വെള്ളം ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്തായി, 100 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത്, ഒരു ബീക്കർ എടുക്കും, ബീക്കറിൽ വെള്ളം നിറക്കും. ഓക്കെ, ഈ ബീക്കർ നമ്മൾ ഹീറ്റ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് റെസിസ്റ്റൻസ് അല്ല നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്, നമ്മൾ വെള്ളത്തിനാണ് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വെള്ളം 100 ഡിഗ്രി, വെള്ളം ബോയിൽ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആവും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ, അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്, അതിന് കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് x2. ഓക്കെ, x2 നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത് ആകെ റെസിസ്റ്റൻസ് മെഷർമെന്റ് ആണ്. കോയിൽ ഹീറ്റ് ചെയ്യാതെയും അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യട്ടും. അപ്പൊ ഹീറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ റൂം ടെമ്പറേച്ചർ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 100 ഡിഗ്രി. അപ്പൊ ടെമ്പറേച്ചർ വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടി. റെസിസ്റ്റൻസ് നമുക്ക് ഈ വാല്യൂസ് ഒന്ന് കിട്ടും. പിന്നെ നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കാം, ആൽഫ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് എന്താന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ എക്സ്പെരിമെന്റ് ദാൻ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ദിസ് ഇസ് ദ ഫോർമുല, ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് x2 മൈനസ് x1 ബൈ x1 t2 മൈനസ് x2 t1. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചറും റെസിസ്റ്റൻസും. ടെമ്പറേച്ചർ തെർമോമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്തും. ഓക്കെ, റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തും, ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് ഉപയോഗിച്ച് കണ്ടെത്തും. ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്പായി ചെയ്യണം. ആദ്യം നമ്മൾ റോ കണ്ടുപിടിക്കണം. റോ എന്ന് പറയുന്നത് AB എന്ന് പറഞ്ഞ വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അത് കണ്ടുപിടിക്കേണ്ട രീതിയാണിത്. കോപ്പർ സ്ട്രിപ്പും ഒരു ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോ കണ്ടെത്തുക. അപ്പൊ ആദ്യം റോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. റോ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഫോർമുല ഉപയോഗിച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. പക്ഷേ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ റെസിസ്റ്റൻസ് 2 ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ കണ്ടെത്തണം. ആ ടെമ്പറേച്ചർ നമുക്ക് ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും. തെർമോമീറ്റർ ഈ വെള്ളത്തിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, യു ഹാവ് ടു ജസ്റ്റ് ഇൻസേർട്ട് എ തെർമോമീറ്റർ ഹിയർ. തെർമോമീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഈ എക്സ്പെരിമെന്റ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് MHRDയുടെ ഒരു പ്രൊജക്റ്റ് ആണ്, വിർച്വൽ ലാബ്. അപ്പൊ അത് അമൃത യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തിട്ട് ചെയ്തതാണ് ഈ ഒരു വിർച്വൽ ലാബ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള അത്യാവശ്യം കുറച്ച് എക്സ്പെരിമെന്റുകൾ നമുക്ക് ഈ വിർച്വൽ ലാബിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വി ഹാവ് ടു താങ്ക് ദ ഗവൺമെന്റ് ആൻഡ് ആസ് വെൽ ആസ് ദി അമൃത യൂണിവേഴ്സിറ്റി ഫോർ ദിസ് എഫേർട്ട്. അപ്പൊ നമുക്ക് ഈ ലോക്ക്ഡൌൺ സമയത്തും ഈ എക്സ്പെരിമെന്റ് ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചത് ശരിക്കും അവര് ഇത് ഇപ്പം തുടങ്ങിയതൊന്നുമല്ല, വളരെ മുന്നേ തന്നെ. എനിക്ക് തോന്നുന്നൊരു 2010 2009
2009 കാലഘട്ടങ്ങളിലാണ് ഇത് തുടങ്ങിയത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ തുടങ്ങാം. നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് ഓൾറെഡി നമ്മൾ കണ്ടതാണ് അല്ലേ? ഇതാണ് നമ്മുടെ കാരി ഫോസസ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ 4 ഗ്യാപ്പുകളാണുള്ളത്. ഏറ്റവും ഇടത് ഭാഗത്താണെന്ന് ഗ്യാപ്പ് 1, ഗ്യാപ്പ് 2, ഗ്യാപ്പ് 3, ഗ്യാപ്പ് 4. ഓക്കെ, നമ്മുടെ G1, G2, G3, G4 എന്ന് വിളിച്ചത്. അപ്പം ഇതിൽ ഓൾറെഡി ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗാൽവനോമീറ്റർ, നിങ്ങൾക്ക് കാണാം. ഗാൽവനോമീറ്റർ ജോക്കി ഉണ്ട്. ജോക്കി നമുക്ക് ഇങ്ങനെ നീക്കാൻ വേണ്ടി പറ്റും. ഇനി ബാക്കിയുള്ള കണക്ഷൻസ് ഒന്നും ഇവിടെ കൊടുത്തില്ല. അപ്പോൾ ബാക്കിയുള്ള കണക്ഷൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് കണക്ഷൻസ് കൊടുക്കേണ്ടത്? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പ് 2ലും ഗ്യാപ്പ് 3ലും ഈക്വൽ റെസിസ്റ്റൻസ് കൊടുക്കണം. അപ്പൊ റെസിസ്റ്റൻസ് ബോക്സ് നമുക്ക് കാണാം വലതുഭാഗത്ത് നമ്മുടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്, ഫ്രാക്ഷണൽ റെസിസ്റ്റർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, അൺനോൺ റെസിസ്റ്റർ ഉണ്ട്, കോപ്പർ സ്ട്രിപ്പ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് റോ കണ്ടെത്താം അല്ലെ? റോ കണ്ടെത്തണമെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം ആദ്യം ഒരു റെസിസ്റ്റൻസ് ബോക്സ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ഷൻസ് ഒക്കെ, വയർ കണക്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് നടന്നോളൂ. നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ ആണ്. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പം ഗ്യാപ്പ് 2ലും ഗ്യാപ്പ് 3ലും റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമുക്ക് ബാറ്ററി വെക്കാം. ബാറ്ററി വെച്ചു, ബാറ്ററി കണക്ട് ചെയ്തു. ഇനി വേണ്ടൊരു കാര്യം, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കോപ്പർ സ്ട്രിപ്പ് വെക്കണം. ലെഫ്റ്റ് സൈഡ് ഞാൻ കോപ്പർ സ്ട്രിപ്പ് വെച്ചു. റൈറ്റ് സൈഡിൽ നമുക്ക് ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, സോ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, കാരണം നമുക്ക് ആദ്യം നമുക്ക് റോ കണ്ടുപിടിക്കണം. അപ്പോൾ റോ കണ്ടുപിടിക്കണമെങ്കിൽ കോപ്പർ സ്ട്രിപ്പ് ലെഫ്റ്റിൽ കൊടുക്കാം, റൈറ്റ് സൈഡിൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, സോറി, നോൺ റെസിസ്റ്റൻസ് കൊടുക്കാം, ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ, ഇതിപ്പം നമ്മുടെ കംപ്ലീറ്റ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. ഇതിന് ശേഷം ഇനി വാല്യൂസ് കൊടുക്കണം. ഓക്കെ, ഓരോന്നും നമുക്ക് വാല്യൂസ് ചൂസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് ബോക്സുകളൊക്കെ വിട്ടിട്ടില്ല. അപ്പൊ റെസിസ്റ്റൻസ് ബോക്സ് ഇട്ടതിന് ശേഷം നമ്മൾ കീ എടുക്കില്ലേ? അപ്പൊ അതിന് വേണ്ടി നമുക്ക് കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത പേജിലേക്ക് പോകും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൺട്രോൾ ഉള്ളത്. പവർ ഓൺ ചെയ്യുക, റീസെറ്റ് ചെയ്യുക, റിവേഴ്സ് കണക്ഷൻ, സെലക്ട് റെസിസ്റ്റൻസിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ റെസിസ്റ്റൻസ് ബോക്സിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒന്ന് കൊടുക്കാം. തൽക്കാലം ഞാൻ റെസിസ്റ്റൻസ് ഒരു 1 ohm കൊടുക്കാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഞാൻ 1 ohm എങ്ങനെയാണ് കൊടുത്തത് ഇപ്പൊ ശ്രദ്ധിക്കാം. ഇവിടെ സ്മോൾ അമർത്തി ഇവിടെ 1 എന്നുള്ള സാധനം ഞാൻ ടിക്ക് മാർക്ക് ഒഴിവാക്കി അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. റെസിസ്റ്റൻസ് ബോക്സിൽ സാധാരണ എല്ലാ കീയും ഇട്ട് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടണമെങ്കിൽ ആ കീ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യും. ഇപ്പൊ 1 ohm കിട്ടണമെങ്കിൽ 1 എന്നുള്ള സ്ഥലത്തുള്ള കീ റിമൂവ് ചെയ്താൽ അവിടെ 1 ohm ആയി. ഓക്കെ, ഇപ്പൊ ഇവിടെ 1 ohm ആയി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെയും 1 ohm ആണ്. കാരണം ഇത് രണ്ടും ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അവർ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്നത്. അപ്പൊ എത്രയാണോ ഞാൻ ലെഫ്റ്റിൽ എടുത്തത് അത് തന്നെ റൈറ്റിലും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇനി ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കണം. റെസിസ്റ്റൻസ് തൽക്കാലം ഞാനൊരു 0.5 ohm എടുക്കുകയാണ്. 0.5 ohm. ഓക്കെ, അപ്പൊ വലതു ഭാഗത്ത് 0.5 ohm ഉണ്ട്, ഇടത് ഭാഗത്ത് കോപ്പർ സ്ട്രിപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈക്വൽ റെസിസ്റ്റൻസ് 1 ohm വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഒബ്സർവേഷൻ ടേബിളിൽ നിങ്ങൾ റീഡിങ് നോട്ട് ചെയ്യണം. ഇപ്പോൾ റോന്റെ മെഷർ ചെയ്യാൻ പോവാണ് നമ്മൾ. L3 ആണ് ഇവിടെ ഇപ്പോൾ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ? L3 ആണ് മെഷർ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മുടെ റെസിസ്റ്റൻസ് ബോക്സ് വെച്ചിരിക്കുന്ന വലതു ഭാഗത്തും കോപ്പർ സ്ട്രിപ്പ് ലെഫ്റ്റും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗാൽവനോമീറ്റർ ഇപ്പോൾ 0 ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, കാരണം നമ്മൾ ഇത് പവർ ഓൺ ചെയ്തില്ല. ഇനി പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇത് നോക്കാം. സോ പവർ ഓൺ ചെയ്തപ്പോൾ അവിടെ ഗാൽവനോമീറ്ററിൽ നിങ്ങൾക്ക് വാല്യൂ അവിടെ കാണുന്നുണ്ട്. ഗാൽവനോമീറ്ററിൽ 0 ആകുന്ന സ്ഥലം നോക്കാം. ഓക്കെ, സോ -2.33, 57ൽ -2.33 ആണ് കിട്ടുന്നത്. 56ൽ 0.3, 55ൽ 2.9. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാരി ഫോസസ് ബ്രിഡ്ജിൽ ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്കെയിൽ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ കാരി ഫോസസ് ബ്രിഡ്ജ്? ഇപ്പൊ കാരി ഫോസസ് ബ്രിഡ്ജിൽ നമ്മൾ ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? എനിവൺ?
You can give your answer through the chat window. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ. ഓക്കെ, സോ 1 മില്ലിമീറ്റർ ആണ് അവിടെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ ഇവിടെ നമുക്കിപ്പം അത്ര പറ്റുന്നില്ല. നമുക്ക് 56 കഴിഞ്ഞിട്ട് 57 1 സെന്റിമീറ്റർ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഇത് ടോട്ടൽ 100 സെന്റിമീറ്റർ ആണ്. ടോട്ടൽ 100 സെന്റിമീറ്ററിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ജോക്കി നീങ്ങുന്ന നേരം അവിടെ വാല്യൂ മാറുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. വാല്യൂ മാറുന്ന ഫ്രാക്ഷൻസ് വരുന്നില്ല. അപ്പൊ സാധാരണ നമുക്ക് 0.1 0.2 0.3 ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റേണ്ടതാണ് അല്ലേ? 1 മില്ലിമീറ്റർ ആണ്. ഓൾറെഡി ഒരാൾ ആൻസർ ചെയ്ത് കണ്ടു. 1 മില്ലിമീറ്റർ ആണ് ലീസ്റ്റ് കൗണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 1 മില്ലിമീറ്റർ കിട്ടുന്നില്ല. 55 കഴിഞ്ഞ ശേഷം 56 57 58 ആ രീതിയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ നമ്മൾ ജോക്കി ഡ്രാഗ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ ആക്യുറസിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് തൽക്കാലം ഇവിടെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് തന്നെ എക്സാക്ട് നമുക്ക് ഗാൽവനോമീറ്റർ 0 എത്തിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം 56 നമുക്ക് 0.3 കിട്ടി. തൊട്ട് ലെഫ്റ്റ് 55 2.9 പോയി. അതുപോലെ 57 പോകുമ്പോൾ -2.33 പോയി. അപ്പൊ ഇതിലുള്ളതിൽ നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് ബാലൻസ് ലെങ്ത് നമ്മൾ എത്ര എടുക്കേണ്ടി വരും? 56 0.3 ആണ്. 55 ആകുമ്പം കുറച്ചും കൂടിയും കൂടുതലാണ്. 57 ആകുമ്പോൾ കൂടുതൽ നെഗറ്റീവ് വാല്യൂയിലേക്കാണ് പോകുന്നത്. അപ്പം ഏതായിരിക്കും നിങ്ങൾ ബാലൻസ് ലെങ്ത് എടുക്കുക? കൻ യു ടെൽ? നിങ്ങൾ പറഞ്ഞോ. ബാലൻസ് ലെങ്ത് എത്ര എടുക്കേണ്ടി വരും? ഇപ്പൊ നമുക്കിപ്പം ഈ ഇൻസ്ട്രുമെന്റിൽ നമ്മുടെ ഇപ്പൊ ഉള്ള ഇതിൽ 1 സെന്റിമീറ്റർ ആണ് ലീസ്റ്റ് കൗണ്ട് ഉള്ളത്. അപ്പം അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് 56 പോയിന്റ് സംതിങ് എന്തായാലും എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് എന്താണ് കാണുന്നത് അത് വെച്ചിട്ട് വേണം റീഡിങ് എടുക്കാം. സോ കറക്റ്റ്. സോ അപ്പൊ നമുക്ക് ഇവിടെ എന്താ ആൻസർ ചെയ്യേണ്ടി വരും? 56 സെന്റിമീറ്റർ നമ്മുടെ ബാലൻസ് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു എറർ കിട്ടും. വളരെ കൃത്യമായിട്ട് നമുക്ക് വാല്യൂ, ഇതിപ്പം വിർച്വൽ എക്സ്പെരിമെന്റ് ആണ്, വളരെ കൃത്യമായിട്ട് നമുക്ക് വാല്യൂ ഇവിടെ കിട്ടില്ല. അവിടെ നമുക്ക് 56 പോയിന്റ് ചിലപ്പം 56.1 56.2 ഒക്കെ ആയിരിക്കും എക്സാക്ട് ബാലൻസ് ലെങ്ത്. പക്ഷെ അത്ര ആക്യുറസി നമുക്ക് തൽക്കാലം ഇവിടെ മെഷർ ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് 56 എടുക്കാം അല്ലേ? അപ്പൊ ഇത് നിങ്ങളുടെ ഒബ്സർവേഷൻ പുസ്തകത്തിൽ ഒന്ന് എഴുതി വെച്ചോ. ഇനി എന്താ ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ ചെയ്യാം, നമ്മൾ ഇനി വലതുഭാഗത്തുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറച്ച് കൂട്ടും. ഇപ്പൊ 0.5 പകരം നമ്മൾ അടുത്ത റെസിസ്റ്റൻസിലേക്ക് പോകും, ഒരു 1 ഓമിലേക്ക് പോകും. എന്നിട്ട് വീണ്ടും ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ക്ലോസ് ആയിട്ട് വരുന്നത് 62ലാണ്. ഇപ്പൊ 62ല് എനിക്ക് 0.8 കിട്ടി. 63ലേക്ക് പോകുമ്പോൾ -1.5 ആണ്. 62.8 61 3 പോയിന്റ്. ഇപ്പൊ നമുക്ക് ബാലൻസ് ലെങ്ത് 62 എടുക്കാം. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ നമ്മളിപ്പം വലതുഭാഗത്ത് നോക്കുക. വലതുഭാഗത്ത് ഇപ്പൊ റെസിസ്റ്റൻസ് 1 ഓം ആണ്, R പ്രൈം 1 ഓം ആണ്. അപ്പൊ ബാലൻസ് ലെങ്ത് 62. ഇനി എന്ത് ചെയ്യാം? ഇവിടെ റെസിസ്റ്റൻസ് കുറച്ചും കൂടി മാറ്റം വരുത്താം. 1 ഓമിന് വരെ നമുക്ക് ഒരു 2 ഓം എടുക്കാം. ഒരു 3 സെറ്റ് മതി തൽക്കാലം. 2 ഓം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വീണ്ടും ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യാം. ഓക്കെ, ഗുഡ്. ഇപ്പൊ 75 എത്തുമ്പോൾ ഓൾമോസ്റ്റ് 0ന്റെ അടുത്തെത്തി. 75. അപ്പൊ ബാലൻസ് ലെങ്ത് ഇപ്പൊ എത്രയാണ്? നമുക്ക് 75 എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. 0.5 1 ഓം 2 ഓം. ഇത് ഓർത്ത് വെക്കണം. കാരണം നമുക്ക് എന്ത് ചെയ്യണം? ഇത് നേരെ റിവേഴ്സും ചെയ്യേണ്ടി വരും. റിവേഴ്സ് എങ്ങനെയാണ് ചെയ്യുക? ഈ റെസിസ്റ്റൻസ് ബോക്സിനെ എടുത്തിട്ട് ലെഫ്റ്റിൽ ഇടണം, കോപ്പർ സ്ട്രിപ്പിനെ എടുത്തിട്ട് റൈറ്റിൽ ഇടണം. ഇപ്പൊ സാധാരണ അത് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് വയറൊക്കെ കഴിച്ചിട്ട് ഇടത് ഭാഗത്തിട്ട് ഇവിടുത്തെ വലത് ഭാഗത്തിട്ട് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് വെർച്വൽ ലാബ് ആയതുകൊണ്ട് നമുക്ക് ഇത് വളരെ സിമ്പിളായി ചെയ്യാം. ഇവിടുന്നേക്ക് റിവേഴ്സ് കണക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റിവേഴ്സ് കണക്ഷൻ നടന്നു കഴിഞ്ഞു. ഇപ്പൊ ലെഫ്റ്റിലോട്ടേക്ക് റെസിസ്റ്റൻസ് ബോക്സ് പോയി,
റൈറ്റിലോട്ടേക്ക് കോപ്പർ സ്ട്രിപ്പ് വന്നു. ഇനി മെഷർ ചെയ്യാൻ പോകുന്ന ബാലൻസ് ലെങ്ത് L4 ആണ്. ഇനി ഇതേ രീതിയിൽ നമുക്ക് L4 മെഷർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സമയം കഴിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ക്വിറ്റ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കാര്യം ചെയ്തു. നമ്മുടെ ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് വയറിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടെത്തി. ഓക്കെ, സോ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.04 ഓം പെർ സെൻറ്റിമീറ്റർ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതിനുള്ള കണക്ഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഗ്യാപ്പ് 2ലും ഗ്യാപ്പ് 3ലും റെസിസ്റ്റൻസ് ബോക്സ് വെക്കാം. ബാറ്ററി കണക്ട് ചെയ്യാം. ഓക്കെ, ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് തൽക്കാലം നമുക്ക് റൈറ്റ് സൈഡിൽ വെക്കാം. അതാണ് നമ്മുടെ L1. പിന്നെ അൺനൗൺ റെസിസ്റ്റൻസ് ലെഫ്റ്റിലോട്ട് കൊണ്ടുവെക്കാം. ഓക്കെ, ഈ കണക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണോ അതിനാണ് നമ്മൾ L1 എന്ന് വിളിക്കുന്നത്. ബാലൻസ് ലെങ്ത് ആണ് L1 എന്ന് വിളിക്കുന്നത്. റിവേഴ്സ് കണക്ഷൻ ചെയ്തതിനാൽ L2 എന്ന് വിളിക്കും. ഓക്കെ, നമ്മുടെ ഈ ഗ്യാപ്പ് 1ഉം ഗ്യാപ്പ് 2ലും റെസിസ്റ്റൻസ് ഇനി നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ബട്ടൺ അമർത്താം. ഓക്കെ, now I can give some small resistance 1 ohm at both resistance boxes. ഇവിടെ തൽക്കാലം ഞാൻ വളരെ ചെറിയ റെസിസ്റ്റൻസ് എടുക്കാം, 0.5 എടുക്കാം. കാരണം ഇത് വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ റെസിസ്റ്റൻസിലൂടെ. സോ അൺനൗൺ റെസിസ്റ്റൻസ് 1 ആണ് ഇവിടെ ഉള്ളത്. തൽക്കാലം അൺനൗൺ റെസിസ്റ്റൻസ് 2ലേക്ക് കൊണ്ടുപോകാം, സെലക്ട് ചെയ്യാം. അതിന് നമുക്ക് അതിൻ്റെ ലെങ്ത് നമുക്ക് 55 സെൻറ്റിമീറ്റർ വരെ കൂട്ടാൻ വേണ്ടി പറ്റും. പക്ഷേ അൺനൗൺ റെസിസ്റ്റൻസ് 1ൻ്റെ കേസിൽ ലെങ്ത് 25 സെൻറ്റിമീറ്റർ വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അൺനൗൺ റെസിസ്റ്റൻസ് 2 എടുത്തത്. കാരണം അത് റെസിസ്റ്റൻസ് കുറച്ചും കൂടി കൂടുതലാണ്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ റെസിസ്റ്റൻസ് കൂടുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു അളവ് മാത്രമേ റെസിസ്റ്റൻസ് കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെസിസ്റ്റൻസ് ഇൻക്രീസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. റെസിസ്റ്റൻസ് എത്രത്തോളം കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ 25 100 ഡിഗ്രിയിലേക്ക് പോകുമ്പം ചെറിയൊരു 10% റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നിരിക്കട്ടെ. ഓക്കെ, ഒരു ഉദാഹരണം. ഇപ്പം നമ്മുടെ റെസിസ്റ്റൻസ് ഓൾറെഡി 1 ohm ആണെങ്കിൽ അപ്പം 1 എത്രയായിട്ട് മാറും? 1 ohmന് പകരം 1.1 ohm ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൽ ഇൻക്രീസ് ആകെ 0.1 ohm മാത്രമേ ഉള്ളൂ. മറിച്ച് നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ റെസിസ്റ്റൻസ് 100 ohm ആണെങ്കിലോ 100ന് 10% 10 ohm ആയി. അപ്പോൾ 100 ohm എന്നുള്ളത് 110 ohm ആയിട്ട് മാറും അല്ലേ? അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് എത്ര കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം ഇൻക്രീസും കൂടുതലായിരിക്കും. അപ്പോൾ അത് ആ ഇൻക്രീസ് കൂടുതലാണെങ്കിൽ ആ ഇൻക്രീസ് നമുക്ക് വളരെ പെട്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു സിമുലേഷനിൽ നമുക്ക് റെസിസ്റ്റൻസ് വളരെയധികം കൂട്ടാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണുന്നുണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദി വയർ അവർ കാണിച്ചിട്ടുണ്ട്. 0.265366 ആണ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ വളരെ കുറച്ച് മാത്രം റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നോക്കാം. ഇപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിലാണ് ആ വാല്യൂ കാണിക്കുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് 0.27 ohm മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെസിമൽ പ്ലേസിൽ മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഈ വ്യത്യാസം പോലും നമുക്ക് ക്യാരി ഫോഴ്സസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റേണ്ടതാണ്. കാരണം നമ്മുടെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് 0.04 ohm per centimeter ആണ്. അപ്പോൾ സെക്കൻഡ് ഡെസിമൽ പ്ലേസ് വരെ നമുക്ക് വളരെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് സിമുലേഷൻ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം സിമുലേഷനിൽ നമുക്ക് ജോക്കിയുടെ പൊസിഷൻ വളരെ എക്സാക്റ്റ് ആയിട്ട് നീക്കാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ സാധാരണ എക്സ്പെരിമെന്റ് പോലെ അത്ര വളരെ കൃത്യമായിട്ട് നീക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അവിടെ നമുക്ക് 1 millimeter ഡിഫറൻസിൽ നമുക്ക് കൃത്യമായിട്ട് ജോക്കി നീക്കാൻ വേണ്ടി പറ്റും. ഇവിടെ അത് പറ്റില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ ജോക്കി ഇവിടെ നിന്ന് ഡയറക്റ്റ് നീക്കുന്ന സമയത്ത് നമുക്ക് 1 2 3 4 5 6 അങ്ങനെ മാത്രമേ വീഴുന്നുള്ളൂ അല്ലേ? ഇൻഡിജർ മാത്രമേ വീഴുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻസും പോസിബിൾ ആണ്, പക്ഷേ കൺട്രോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം. ഇവിടെ വലതുഭാഗത്ത് നിങ്ങൾക്ക് ജോക്കി പൊസിഷൻസ് കാണാം. ഈ ജോക്കി പൊസിഷൻസ് ചെറുതായിട്ടൊന്ന് ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ട 61.4 61.9 62.9 അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 62.9 കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റുന്നത് 62.4 ആണ്. ഓക്കെ, 62.4 കഴിഞ്ഞാൽ പിന്നെ തൊട്ട് ജസ്റ്റ് ഒന്ന് നീക്കുമ്പോഴത്തേക്ക് തന്നെ 61.9ലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ അടുക്കുള്ള വാല്യൂസ് ഒന്നും മീൻസ് നമുക്ക് ഇവിടെയാണെങ്കിൽ വലതുഭാഗത്ത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5 സെൻറ്റിമീറ്റർ നമുക്ക് 5 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ നീക്കാൻ വേണ്ടി പറ്റും. പക്ഷെ 1 മില്ലിമീറ്റർ വ്യത്യാസം നീക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ
ഈ ഒരു എക്സ്പെരിമെന്റ് ഈ സിമുലേഷൻ വഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഈ ഒരു റീഡിങ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം L1 മെഷർ ചെയ്യേണ്ട സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ നമുക്ക് 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തു. ഇവിടെ രണ്ടിടത്ത് 1 ഓം എടുത്തു, വലതുഭാഗത്ത് 0.5 ഓം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാലൻസ് ലെങ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജോക്കി ഡയറക്റ്റ് നീക്കാം. ഓക്കെ, -0.17 കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 0. 53ലാണ് കിട്ടുന്നത്. നമുക്ക് 53ന് തൊട്ട് വലതുഭാഗത്ത് നോക്കാം എത്ര വരുന്നുണ്ട് എന്നുള്ളത്. 53.6ൽ -1.68 ആണ്. 53.1ൽ 0.42 ആണ്. 52 പോയിന്റ് നോക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ് നീക്കുന്നത്. 52.6ൽ 0.8 ആണ്. സോ ഐ തിങ്ക് 53 മൈറ്റ് ബി ബെറ്റർ ഓപ്ഷൻ. 53 ആണ്, is close to 0. Okay, so we can take 53 as our L1. Okay, അപ്പോൾ 53 ആണ് L1. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് റിവേഴ്സ് കണക്ഷൻ നമുക്ക് L2 മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, റിവേഴ്സ് കണക്ഷൻ നമുക്ക് L2 മെഷർ ചെയ്യാം. 53 ആണ് ഇപ്പോഴുള്ളത്. ഇനി L2 മെഷർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഗാൽവനോമീറ്റർ 0 അല്ല. ഇപ്പോൾ L2 മെഷർ എന്താ ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് ബോക്സ് ലെഫ്റ്റിലോട്ടേക്ക് കൊണ്ടുവന്നു, നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് വലത്തോട്ട് കൊണ്ടുവന്നു. ഓർക്കുക, ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ 25, സെയിം ടെമ്പറേച്ചറിലാണ് റിവേഴ്സ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റൻസ് മാറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു റീഡിങ് എടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഒരു സെറ്റിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, 47ൽ 0.169 കിട്ടി. ഇപ്പോൾ 47ൻ്റെ തൊട്ട് വലതുഭാഗത്ത് നോക്കാം. നമുക്ക് 46.4ൽ 1.68 ആണ്. 47.4ൽ -0.84 ആണ്. ഓക്കെ, അപ്പം എനിക്ക് ഒന്ന് ക്ലോസർ 46 തന്നെയായിരിക്കും ക്ലോസർ. ഓക്കെ, 47 is closer. 47.169 we are getting. So 53യും 47. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷൻ ടേബിൾ ഒന്ന് നോട്ട് ചെയ്യാം. Okay, so resistance that we are taken is 0.5 ohm. L1 is 53 and L2 is 47. Okay, so obviously L2 minus L1 ഇവിടെ നെഗറ്റീവ് ആണ് വരിക. നിങ്ങൾക്ക് എക്സ് ഒന്ന് കാൽക്കുലേറ്റ്. എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മുടെ ഫോർമുല ഓർക്കുക. എക്സ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോ നമ്മൾ കണ്ടെത്തിയതാണ്. റോന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ഓർക്ക, റോ ഈസ് ഈക്വൽ ടു 0.0411 ഓം പെർ സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ഫോർമുല പ്രകാരം നമുക്ക് എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ എക്സ് അറ്റ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കിട്ടും. അത് നമ്മൾ തന്നെ x1 എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടെമ്പറേച്ചർ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര വരും എന്നുള്ളത്. ഇവിടെ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. പ്ലസ് റോ 0.0411 L2 47 minus 53. So 0.5 minus throughout വരും. 0.0411 into 47 minus 53 എന്ന് പറയുന്നത് -6 ആണ് വരിക. ഓക്കെ, മൈനസ് ഞാനിവിടെ വലത്തു ഭാഗത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 0.0411 6നെ കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടും? You'll get 0.2466. So 0.5 minus 0.2466. Okay, so if you subtract it, the final answer would be 0.2534. So that is the x1 that you will get. 0.2534 unit is ohm. Now similarly I can find the temperature at 100 degrees Celsius. Okay, now ഈ ഒരു സിമുലേഷനിൽ ഓൾറെഡി റെസിസ്റ്റൻസ് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ?
അപ്പോൾ നമുക്ക് ആ സിമുലേഷനിലേക്ക് ഒന്ന് പോവാം. ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് 0.265 ആണ്, പക്ഷെ നമുക്ക് കിട്ടിയത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. 0.253 ആണ് നമുക്ക് കിട്ടിയത്. ആ ഒരു വ്യത്യാസം ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ബിക്കോസ് വി കുഡ് നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ എക്സാക്ട് ബാലൻസ് ലെങ്ത് അല്ലേ. കൃത്യമായിട്ട് 0 കിട്ടുന്ന പോയിന്റ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടാത്തത്. അല്ലെങ്കിൽ അപ് ടു സെക്കൻഡ് ഡെസിമൽ വരെ കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെസിമലിൽ ഇപ്പോൾ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 0.26 വരുന്ന സ്ഥലത്ത് നമുക്ക് 0.25 ആണ് വരുന്നത്. ചെറിയൊരു എറർ നമ്മുടെ സെക്കൻഡ് ഡെസിമലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് വലിയൊരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആക്യുറേറ്റ് ശരിക്കുള്ള എക്സ്പെരിമെന്റിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് സെറ്റിലോട്ട് കിടക്കാം. ഇപ്പോൾ സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ മാറ്റണം. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്, അത് നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യണം. ഓക്കെ, സെയിം സെറ്റ് തന്നെയാണ്. 0.5 ആണ് വലതു ഭാഗത്തുള്ളത്. ഇടത് ഭാഗത്ത് ഇപ്പം കോയിൽ ഉണ്ട്. കോയിലിൽ 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ ബാലൻസ് ലെങ്ത് കണ്ടെത്താം. അപ്പോൾ ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടെത്തണം. 53ൽ -0.42, 52.1. Yes, so there is some issue. Okay, 53.1, 52.6. Okay, again I will move from the beginning. So we'll see the point -0.67, 0.589. Okay, I think this should be closer. 52.6. So we are getting 52.6 as our L1. Okay, so L1 is 52.6. Okay, so that is we have expected, because if you increase the temperature, then the resistance of the left side will slightly increase, then balance length will come slightly towards left. It will be towards left. Okay, so earlier ഇപ്പം നമ്മൾ തൊട്ട് മുന്നത്തെ സെറ്റിൽ എനിക്ക് 53 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഇവിടെ 53 കുറച്ചൊന്ന് കുറഞ്ഞിട്ട് 52.6 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യുക, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാം? L2 കണ്ടുപിടിക്കുക. അപ്പം നേരത്തെ നമുക്ക് L2 കിട്ടിയത് എത്രയായിരുന്നു? L2 കിട്ടിയത് 47 ആയിരുന്നു അല്ലേ. ഓക്കെ, റിവേഴ്സ് കണക്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ L2 നേരത്തെ നമുക്ക് 47 ആയിരുന്നു കിട്ടിയത്. ഓക്കെ, അപ്പം ഇവിടെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 47നെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. കാരണം ഇപ്പോൾ വലതു ഭാഗത്ത് റെസിസ്റ്റൻസ് ഇപ്പം കൂടിയിരിക്കുകയാണ്. ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് എത്തി. അപ്പോൾ വലതു ഭാഗത്തെ ടെമ്പറേച്ചർ 100 ഡിഗ്രി ആയി. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് നേരത്തേനെക്കാട്ടും കുറച്ചും കൂടി കൂടി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 47നെക്കാട്ടും കുറച്ചും കൂടി വലതുഭാഗത്തായിരിക്കും പുതിയ ബാലൻസിങ് പോയിന്റ് നമുക്ക് കിട്ടാം. അപ്പോൾ 47നെക്കാട്ടും കൂടുതൽ കിട്ടണം ബാലൻസ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എത്രയാണ് കിട്ടുന്നത്. 40. ഓക്കെ, ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കുറച്ച് നമുക്ക് ലെഫ്റ്റിലോട്ടേക്ക് നീക്കാം. അപ്പോൾ ജോക്കി നമ്മുടെ ഗാൽവനോമീറ്റർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് ജോക്കി നീക്കാം. ഓക്കെ, സോ 30, 20, 25, 20, 10, 8, 1.9. അപ്പോൾ മില്ലിൽ നീക്കാം. -0.84. ഓക്കെ, അത് കുറച്ച് കൂടുതലാണ്. -0.84. ഒന്നുകൂടി വരാം. Okay, so 47.56. Yeah, it is -0.84. So there is almost 0. So 47.5. ഓക്കെ, അപ്പം നമുക്കിനി X2 മെഷർ ചെയ്യണം. അപ്പം നമുക്ക് ജസ്റ്റ് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ചെയ്തതൊന്ന് മായ്ച്ചു കളയാം. So resistance is 0.5.
plus 0.0411. L2 is 47.5 minus 52.6. Okay, P difference എത്ര വരും? So 0.5 plus 0.0411 times, so this become, I think, 4 point, okay, 5.1, 5.1, or it is minus 5.1. So this would be 0.5 plus minus 5.1 into 0.0411. That would be, okay, better I put minus here, minus 0.2096. So if you subtract it, you will get 0.2904. X2 equal to 0.2904. Okay, so the resistance actually which is showing here is 0.27, but we are getting 0.29. Okay, so there is slightly problem there. We are not getting the exact the second decimal place. Okay, but that is okay for the time being. When you are doing the actual experiment, you have to you should be very careful while performing it, because the resistance difference would be very small, and you have to accurately measure the balance length. Okay, so with this we can calculate what is your alpha. So alpha is equal to x2 minus x1, this 0.2904 minus 0.2534, all divided by, so what you have to do, 0.2534, which is actually x1 into t2 100 minus 0.2904 into 25. So if you calculate it properly using the calculator, the result would be 0.002. Okay, so the final result, 0.002 degrees per degree Celsius. Okay, so that is the alpha of this particular uh, material. Okay, now we have performed only for 0.5 ohm. Actually, we have to perform for the other resistance as well, 1 ohm, 2 ohm, 3 ohm, etc. And here also 1 ohm, 2 ohm, 3 ohm, etc. And just compare it. So instead of finding alpha for the each R value, what you can do is you find the average of x1 and average of x2, then find the alpha. I think that is the proper way of doing it. I have just shown here how to find alpha as just a demonstration, but in the actual experiment you have to find L1 L2 for two different temperature at different R values, then find mean x1 and mean x2. From that you can calculate alpha. Okay, so in the next class we'll come up with the new experiment. Okay, so we'll announce the name of the experiment through your Google Classroom. So thank you once again. Bye.